Good morning, children. All of you take your notebook, back page. Take back page. Today date, right date. Another date എത്രയാ? 6/1/2001. Sorry, 2021. ഇന്ന് സ്വരാക്ഷരങ്ങൾ എഴുതണം നിങ്ങളിപ്പം. ഹിന്ദിയിലെ സ്വരാക്ഷർ. സ്വരാക്ഷർ ലിഖോ. നോട്ട് ബുക്കിന്റെ ലാസ്റ്റ് പേജില് ഇന്നത്തെ ഡേറ്റ് ഇടുക, അവിടെ സ്വരാക്ഷർ എഴുതുക. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ക്ലാസ്സിന് ശേഷം നിങ്ങൾ നോക്കാതെ സ്വരാക്ഷരങ്ങൾ എഴുതിയിട്ട് പോസ്റ്റ് ചെയ്യണം. ഡിറ്റേഷൻ തന്നു, അത് നിങ്ങൾ എന്ത് ചെയ്യണ്ടേ? ക്ലാസ് എടുത്തതിന് ശേഷം നോക്കാതെ എഴുതുക. ആ മുതൽ ആ വരെയുള്ള അക്ഷരങ്ങളാ സ്വരാക്ഷരങ്ങൾ, അത് എഴുതി പോസ്റ്റ് ചെയ്യാം. Then all of you take your textbook, close your notebook. വർക്ക് തന്നില്ലേ? ഡിറ്റേഷൻ വാക്കുകൾ തന്നു, അത് ക്ലാസ്സിന് ശേഷം എഴുതി പോസ്റ്റ് ചെയ്യാം. എപ്പോഴാ പോസ്റ്റ് ചെയ്യേണ്ടത്? ഇത് കഴിഞ്ഞ പാടെ. അടുത്ത ക്ലാസ് വരില്ലേ, അടുത്ത പീരീഡ് വരില്ലേ, അതിന് മുമ്പായിട്ട് പോസ്റ്റ് ചെയ്യണം. ഇപ്പം 29 സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പം 29 പേരുടെയും പേര് ഞാനിവിടെ എഴുതി വെക്കും. ആരൊക്കെ ഡിറ്റേഷൻ എഴുതിയിട്ടില്ല എന്ന് പേരും എഴുതി വെക്കും. ഇപ്പൊ ഡിറ്റേഷൻ എഴുതാൻ മടിയുള്ളവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ മിസ്സിനോട് പറയാം. അതെനിക്ക് മടിയാണ്. അമൃതയ്ക്ക് മടിയാണോ? ഇത് കഴിഞ്ഞപാടെ ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. മടി എങ്ങനെയാ കാണിച്ചു തരാം, എങ്ങനെയാ എഴുതണ്ടേന്ന്. ക്ലാസ് കഴിഞ്ഞപാടെ ഞാൻ വരുന്നുണ്ട് അങ്ങോട്ട്. ഓക്കെ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്, പേജ് നമ്പർ 28. അതിനുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തത്? പ, ഫ, ബ, ഭ, മ അല്ലേ? പ സേ പദം പലൻ, ഫ സേ ഫർസ ഫൽ, ബ സേ ബക്കരി ബച്ച, ഭ സേ ഭഗത് ഭവൻ, മ സേ മച്ഛലി മക്കടി. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. നെക്സ്റ്റ് പേജ് 28, പേജ് നമ്പർ 28 എടുത്ത് എല്ലാവരും ശ്രദ്ധിക്കേ. ലിസൺ ഹിയർ. യ, ര, ല, വ. കണ്ടോ? ആ നടുക്ക് എഴുതിയ അക്ഷരം കണ്ടോ? റെഡ് കളറില് ഏതൊക്കെ അക്ഷരങ്ങളാണ്? യ, ര, ല, വ. ഒന്ന് വായിച്ച എല്ലാവരും. യ, ര, ല, വ. Once more. യ, ര, ല, വ. Once more. യ, ര, ല, വ. ഓക്കെ. യാ സേ യജ്ഞ യമുന. എന്താണ്? യാ സേ യജ്ഞ യമുന. യജ്ഞ എന്ന് പറഞ്ഞാൽ എന്താണ്? യജ്ഞ, യാഗം ചെയ്യുന്നതാണ്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ യാഗം ചെയ്തിട്ട് ഓരോ കാര്യം സാധിക്കാൻ വേണ്ടി നമ്മൾ യാഗം ചെയ്യും. അതാണ് യജ്ഞ, യാഗം. യമുന, യമുന പറഞ്ഞാൽ നദിയാണ്. യമുന നദി കേട്ടിട്ടില്ലേ? അതാണ് യമുന. Once more. യാ സേ യജ്ഞ യമുന. കിട്ടിയോ? യാ സേ യജ്ഞ യമുന. Once more. യാ സേ യജ്ഞ യമുന. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. ര, ര സേ രഥ് രസി. ഇപ്പോഴും കുട്ടികൾക്ക് അക്ഷരങ്ങള്, അതായത് ഐഡന്റിഫിക്കേഷൻ ഇല്ല. ലെറ്റേഴ്സ് ശ്രദ്ധിക്കുക. ആദ്യത്തെ അക്ഷരം യാണ്, തൊട്ട് വായിക്കണം. അടുത്ത അക്ഷരം ഏതാണ്? ര. ഏതാണ്? ര. ര, ര സേ രഥ് രസി. ഏതാണ് അക്ഷരം? ര. ര സേ രഥ് രസി.
എന്താ രഥ് എന്ന് പറഞ്ഞാല്? ചാരിയോട്ട് അല്ലെ? എന്താണ് രഥം? കണ്ടിട്ടില്ലേ നിങ്ങള് രഥം? നമ്മളിപ്പം എവിടെയാ രഥം കാണുന്നത്? ഇപ്പൊ ഒന്നുമില്ല അല്ലെ? ഇപ്പൊ നമുക്ക് പിന്നെ ബസ്സും കാറും ജീപ്പൊക്കെ അല്ലേ? പണ്ട് കാലത്ത് എങ്ങനെയായിരുന്നു? കുതിരവണ്ടിയായിരുന്നു അല്ലെ? കുതിരവണ്ടി, കാളവണ്ടി ഇങ്ങനെയൊക്കെയായിരുന്നു. രഥ് പറഞ്ഞ എന്താ? രാജാക്കന്മാരൊക്കെ ഏതിലാ പോകുന്നത്? രഥത്തിലാ പോകുന്നത് അല്ലെ? ഇതാണ് രഥ്, ചാരിയോട്ട്, രഥം. രസി, രസി എന്ന് പറഞ്ഞ എന്താണ്? കയറ്, റോപ്പ്. കയററിയില്ലേ? അതാണ്. രാസെ, രഥ്, രസി. നിവേദ്യ, മുഹമ്മദ് മുദ്ദാസിൻ വീഡിയോ ഓൺ ചെയ്യ്. നിങ്ങൾ വായിക്കുന്നുണ്ടോ? മിസ്സിന് എങ്ങനെ അറിയാൻ പറ്റും? ലിസൺ. യാസെ യജ്ഞ യമുന, രാസെ രഥ് രസി. നെക്സ്റ്റ് ല. ലാസെ ലഡ്ഡു ലഡ്ക. എന്താ ലഡ്ഡു എന്ന് പറഞ്ഞാല്? ആദ്യം തന്നെ ആ അക്ഷരം പറഞ്ഞൊന്ന്. ല. എന്താണ്? ല. ല. ലാസെ ലഡ്ഡു. ആൻഡ്രോസ് വീഡിയോ ഓൺ ചെയ്യ. റിച്ചാർഡ്, നിങ്ങൾ എന്താ ഇവിടെ വീഡിയോ ഓഫ് ചെയ്ത് രണ്ടുപേരും കൂടെ സ്വകാര്യം പറഞ്ഞിരിക്കുകയാണോ? ദേവാനന്ദ, ആൻഡ്രോസോ? യൂസഫ്, നിവേദ്യ, എല്ലാരും വീഡിയോ ഓൺ ചെയ്യേ. എന്തോ പറഞ്ഞോണ്ടിരിക്കും അവിടെ. എന്നെ പറ്റി പറയുന്നതായിരിക്കും അല്ലെ? ടീച്ചറിനെ പറയുന്നതാണോ? റേഞ്ച് ഇല്ല, രണ്ടുപേരും ഇരിക്കുന്നുണ്ട്, സ്റ്റക്കായിട്ട് ഇരിക്കും അവിടെ. ഓക്കെ. ലാസെ ലട്ടു. എന്താ ലട്ടു? പമ്പരം അല്ലെ? ടോപ്പ്. നിങ്ങൾ പമ്പരം കറക്കിയിട്ടുണ്ടോ? നല്ല ഭംഗിയല്ലേ? നല്ല രസം അല്ലേ? അതിന് ഞാനൊരു ഈ ടോപ്പ് തന്നെ വേണമെന്നില്ല, ഞാൻ വേറൊരു ഇത് പറഞ്ഞുതരാം. നമ്മുടെ കപ്പയില്ലേ? കപ്പയുണ്ടോ? കപ്പ അറിയോ? കപ്പ അറിയാം അല്ലെ? വീട്ടിലുണ്ടോ? കപ്പ നട്ടിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ടാവും. അത് നല്ല മൂത്ത് വരുമ്പോ അതിന് കാ ഉണ്ടാവും. കപ്പയ്ക്ക് കാ വരും. അടിയിലല്ല, മുകളില് ഒരു പച്ചക്കാ കണ്ടിട്ടുണ്ടോ നിങ്ങള്? ഉണ്ട്. അതിന്റെ തൊലിയൊക്കെ അമ്മയ്ക്ക് അറിയാം. അമ്മയൊക്കെ പണ്ട് പമ്പരമൊക്കെ കറക്കിയിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ആ പച്ചക്കായുടെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അതിന്റെ രണ്ട് സൈഡിലും മുന പോലെ ഉണ്ടാവും അല്ലെ? അതിന്റെ മുകളിലത്തത് ഒരു ഈർക്കിലും കൊണ്ട് കുത്തിയെടുത്താൽ നല്ല പമ്പരമാവും അത്. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്ത് നോക്കണം കേട്ടോ, നല്ല രസമാണ് അത് കറക്കാന്. കപ്പയുടെ കാ പറിച്ചിട്ട് അതിന്റെ ആ പച്ച തൊലിയൊക്കെ കളയുമ്പോ അതിനകത്ത് വെളുത്തിട്ടൊരു കാ വരും. അതിന്റെ അതിന്റെ അടിവശത്ത് ഒരു മുന പോലെ ഉണ്ടാവും. അതാണ് നിലത്തിട്ട് നമ്മൾ കറക്കുന്നത്. മുകളില് ഒരു ഈർക്കില് കുത്തി കൊടുത്തിട്ട് നമ്മള് പമ്പരം കറക്കുന്ന പോലെ കറക്കിയാൽ നല്ല രസം ഉണ്ടാവും കാണാൻ. നിങ്ങളത് ചെയ്തു നോക്കാം കേട്ടോ. അമ്മയോടും പപ്പയോടും പറഞ്ഞാൽ മതി, അവർക്കറിയാതെ. അപ്പൊ നമുക്ക് വീട്ടിൽ തന്നെ ദേവാനന്ദ അവിടെ പമ്പരം കറക്കും. അവിടെ ചെയ്യാൻ പറ്റും. കടയിൽ പോയിട്ട് ലഡ്ഡു വാങ്ങണമെന്നൊന്നും പറയണ്ട അല്ലെ? വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാം. ലഡ്ഡു എന്ന് പറഞ്ഞാൽ എന്താണ്? ടോപ്പ്, പമ്പരം. ലാസെ ലഡുക്ക. ലഡുക്ക പറഞ്ഞ ആരാണ്? ബോയ് അല്ലെ? ആൺകുട്ടി. ലഡുക്ക പറഞ്ഞ ആരാണ്? ആൺകുട്ടി. ലഡുക്കി എന്ന് പറഞ്ഞ ആരാണ്? പെൺകുട്ടി അല്ലെ? ഇപ്പം ഇവിടെ ലഡുക്ക ആയിട്ട് ആരൊക്കെയാ ഉള്ളത്? ഒന്ന് കൈ ഉയർത്താമോ? ലഡുക്ക ആരൊക്കെയാണ്? ലഡുക്ക ജോവിനും ജോയലും ലഡുക്ക അല്ലേ? ലഡുക്കിയാണോ? ആൺകുട്ടികളായിട്ടുള്ളവര്, അവരാണ് ലഡുക്ക. ആൻസർ. ഓക്കെ, ഹാൻഡ്സ് ഡൗൺ. ലഡുക്കി ആരൊക്കെയാണ്? ലഡുക്കികള് നിങ്ങൾക്ക് അറിയാം അല്ലേ? ഞാനാണ് ലഡുക്കി, ഞാനാണ് ലഡുക്ക എന്നുള്ളത്. അപ്പൊ എങ്ങനെയാ മനസ്സിലായത്? ഹാൻഡ്സ് ഡൗൺ. ലഡുക്ക എന്ന് പറഞ്ഞ ആരാണ്? ബോയ്, ആൺകുട്ടി. ലഡുക്കി എന്ന് പറഞ്ഞാൽ ഗേൾ, പെൺകുട്ടി. ലാസെ ലഡ്ഡു ലഡുക്ക. നെക്സ്റ്റ് വാസെ വക്. വാസെ വക് വട്.
എന്താ വഗ്? വഗ് എന്ന് പറഞ്ഞ ക്രെയിൻ. ആരാണ്? കൊക്ക്. ഇല്ലേ? കണ്ടിട്ടില്ലേ നിങ്ങള്? കൊക്കിനെ കണ്ടിട്ടില്ലേ? നിങ്ങളെ വീട്ടിലൊക്കെ വരുന്ന അല്ലെ? പശുവൊക്കെ ഉണ്ടെങ്കിൽ, പശു ആടൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ അടുത്ത് വന്നു. എന്തിനാ ഈ പശുവിന്റെ അടുത്ത് വഗ് വരുന്നത്? ആർക്ക് പറയാം? ഈ മൃഗങ്ങളുടെ അടുത്ത് എന്തിനാ വരുന്നത്? ഷഹബറ പറയാന്നാ പറഞ്ഞു. ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ ഷഹബറ. പശുവിന്റെ കച്ചറ കളിയാൻ. ആ, അതിന്റെ മേത്തുള്ള പ്രാണികളൊക്കെ ആ കൊക്ക് കൊത്തി തിന്നു അല്ലെ? അതാണ്. ഓക്കെ. വട്. വട് എന്താണ്? ബനിയൻ ട്രീ. എന്താണ്? ആൽമരം. വട് എന്ന് പറഞ്ഞാല് ആൽമരം. ബനിയൻ ട്രീ എന്താണ്? ബിഗ് ട്രീ ആണ് അല്ലെ? വലിയ മരമാണ്. അതാണ്. വാസേ വഗ് വട്. ലിസൺ ഹിയർ. ലിസൺ ഹിയർ. യാസേ യജ്ഞ യമുന. ഉറപ്പിസേ. യാസേ യജ്ഞ യമുന. രാസേ രഥ് രസി. ലാസേ ലഡ്ഡു ലഡ്ക. വാസേ വഗ് വട്. Once more. യാസേ യജ്ഞ യമുന. രാസേ രഥ് യജ്ഞ രസി. ലാസേ ലഡ്ഡു ലഡ്ക. വാസേ വഗ് വട്. താഴെ നോക്കിയേ നിങ്ങള്. ദോനോം കെ ഉച്ചാരൺ മേ അന്തർ ദേഖോ. എന്താണ്? താഴെ 2 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചേ. ടെക്സ്റ്റ് ബുക്കില് താഴെ 2 അക്ഷരങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാണ്? വ ബ. അല്ലെ? ഏതൊക്കെയാണ് അക്ഷരങ്ങള്? വ ബ. അക്ഷരങ്ങൾ ഐഡന്റിഫിക്കേറ്റ് ചെയ്യാൻ പറയും നിങ്ങളോട് എക്സാമിന്. എന്താണ്? 1ാം ക്ലാസ്സിലൊക്കെ അങ്ങനെയാണ്. ഓറലായിട്ട് ഇത് വരും. എന്താണ്? ഇത് ഏത് അക്ഷരമാണെന്ന് നിങ്ങൾ പറയണം. ഇപ്പം ഈ താഴെ കൊടുത്തിന് 2 അക്ഷരങ്ങൾ തരും. എന്നിട്ട് പറയും ഇത് ഏത് അക്ഷരമാണ് നിങ്ങൾ പറയണം എന്ന്. ആദ്യത്തെ അക്ഷരം ഏതാണ്? വ. നമ്മൾ എങ്ങനെയാ അത് ഉച്ചരിക്കുന്നത്? വ. നെക്സ്റ്റ് രണ്ടാമത്തെ എന്താണ്? ബ. എന്താ അതിന്റെ വ്യത്യാസം നോക്കിയേ. വ എഴുതുമ്പം അതിന്റെ അകത്തൊന്നും എഴുതുന്നില്ല അല്ലെ? ബ എഴുതുമ്പോ നോക്കിയേ, അതിന്റെ നടുക്കൂടെ ഒരു വര വന്നു. ബ. അല്ലേ? അതെ. ശ്രദ്ധിക്കുന്നില്ല ആരും. എവിടെയോ നാസാ മറിയോ. എന്താ അവിടെ ചെയ്യുന്ന നീ? മുടിയാട്ടി കളിക്കുവാണോ? ബുക്കില് ശ്രദ്ധിക്ക്. ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ഇത് നോട്ട് ബുക്കിൽ എഴുതണം. ഇപ്പൊ എങ്ങനെ എഴുതുക? യാ രാ ലാവാന്ന് ഒരു 5 പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതണം. ഹാഫ് പേജ് ആയിട്ട്. അതിനുശേഷം യാസേ യജ്ഞ യമുന ഓരോ പ്രാവശ്യം എഴുതിയാൽ മതി. രാസേ രഥ് രസി. ലാസേ ലഡ്ഡു ലഡ്ക. വാസേ വഗ് വട്. എങ്ങനെ എഴുതേണ്ടത്? കാണിച്ചുതരാം. എങ്ങനെ എഴുതുക? യാ രാ ലാവാന്ന് 5 പ്രാവശ്യം നോട്ട് ബുക്കില് എഴുതുക. കണ്ടോ? യാ രാ ലാ വ. ഇത് ഡേറ്റ് ഇടണം. എന്നിട്ട് എഴുതുക നോട്ട് ബുക്കിൽ. യാ രാ ലാ വ. ഒരു 5 പ്രാവശ്യം താഴോട്ട് എഴുതുക. അതിനുശേഷം യാസേ യജ്ഞ യമുന. രാസേ എന്താണ്? രഥ് രസി. ലാസേ ലഡ്ക ലഡ്ഡു. വാസേ വഗ് വട്. ഇങ്ങനെ ഒരു പ്രാവശ്യം നോട്ട് ബുക്കിൽ എഴുതുക. അപ്പൊ ഇത് കഴിഞ്ഞു. ഒന്ന് വായിച്ചു കേൾപ്പിക്കണല്ലോ. ഹാദിയ, പ്ലീസ് അൺമ്യൂട്ട്. സക്ക് വായിക്കേ. യാസേ യജ്ഞ യമുന. യമുന. രാസേ രഥ്
രസി രസി ലാസെലിട്ടു ലഡുക്ക ലഡുക്ക വാസെ വക്ക് വാസേവക്ക് വട്ട് 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 എന്നല്ല വട് വട് എന്ന് വായിച്ചാൽ മതി കേട്ടോ വട് എല്ലാരും ശ്രദ്ധിച്ചേ വട് എന്നാട്ടോ വട് പറഞ്ഞ ബനിയൻ ട്രീ ഓക്കെ റിച്ചാർഡ് യമുന ജാസെ രത് രസി ലാസെ ലഡു ലഡ്ക ലഡ്ക വാസെ വക്ക് വട് ഓക്കെ വെരി ഗുഡ് അൻവിത യാസെ യജ്ഞ യമുന യാസേരത് രസി വാസെ ലാസെ ലട്ടു ലഡുക്ക ലഡുക്ക ഓക്കെ വഗ് 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 വട് ഓക്കെ വെരി ഗുഡ് ഹാദി യാസെ യജ്ഞ യമുന രാസേരത് രസി ലാസെ ലട്ടു ലഡുക്ക വാസെ വക്ക് വട് വട് വെരി ഗുഡ് ജൽവ ഫാത്തിമ യാസെ രത്ന യജ്ഞ യമുന രാസേരത് രസി രസി രാസെ ലട്ടു ലഡുക്ക വാസെ വഗ് വട് വട് ഓക്കെ ആയുഷ് വാസെ യാസെ യജ്ഞ യമുന രാസേരത് രസി ലാസെ ലട്ടു ലഡ്ക വാസെ വക്ക് വഗ് അങ്ങനെ ഉറപ്പ് പറയണ്ട വഗ് വട് ഓക്കെ സാവിയോ ഓ സാവിയോ അവിടെ സ്റ്റക്ക് ആയിരിക്ക ഇർഷാദ് ഒന്ന് വായിച്ചേ ഇർഷാദ് യജ്ഞ യമുന ആരാ പറഞ്ഞേ ചേട്ടായി പഠിച്ചു ചേട്ടായി പഠിപ്പിക്കണം കേട്ടോ അവനെ വൃത്തിയായിട്ട് എനിക്ക് കേക്കാം ഇവിടെ എല്ലാരും കേൾക്കുന്നുണ്ട് നിങ്ങൾ ചെറുതായിട്ട് പറയുന്ന വരെ നമുക്ക് കേൾക്കാൻ കാണുകയും ചെയ്യാം ഇപ്പം ഇർഷാദിന്റെ ബുക്ക് എവിടെ അതും ചേട്ടായിയുടെ മുമ്പിലാണോ അവൻ ചേട്ടായിയുടെ മുഖത്ത് നോക്കിട്ടാണല്ലോ വായിച്ചത് എവിടെയാണോ ബുക്ക് വെച്ചേ ഈർഷാദല്ലേ മറുപടി പറയേണ്ടത്
മുഖത്ത് എഴുതി വെച്ചോ? ഞാൻ വായിപ്പിച്ച് തരുമ്പോഴേ മുഖത്ത് എഴുതി വെച്ചോ ചേട്ടായിയുടെ. ഞാൻ എന്താ പറഞ്ഞ നിങ്ങളോട്? കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കണം, അക്ഷരങ്ങൾ ഏതാ നിങ്ങൾ തിരിച്ചറിയണം, അതല്ലേ പറഞ്ഞത്. സ്കൂളിൽ വരുമ്പോ ചേട്ടയുടെ മുഖം കൊണ്ട് വരുമോ നീ? അവിടെ ഇല്ല നീ എഴുതി വെച്ചിട്ട് മുഴുവൻ ബുക്കിൽ ശ്രദ്ധിക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ 2ാം ക്ലാസ് എത്തുമ്പോ അക്ഷരങ്ങളൊന്നും അറിയില്ല. കൂടുതലായിട്ട് യാരാലാവ അത് അക്ഷരങ്ങളെ നിങ്ങൾക്ക് അറിയാത്തത്. ഇപ്പം ഏതാണ്, ലാ ഏതാണ്, വാ ഏതാണെന്നൊന്നും അറിയുന്നില്ല. ഇപ്പൊ ഐഡന്റിഫിക്കേഷൻ വേണമെന്നാ പറയുന്ന അക്ഷരങ്ങൾ. അപ്പൊ എന്താ വേണ്ടത്? നമ്മൾ തൊട്ട് വായിക്കണം. കൈവിരൽ കൊണ്ട് തൊട്ട് വായിക്കുമ്പോഴേ നമുക്ക് അക്ഷരം ഏതാന്ന് അറിയുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഇന്ന് വായിച്ചല്ലേ. നമുക്കിനി ചിഹ്നങ്ങൾ ഏതാണ്? നമുക്ക് ഉച്ചയ്ക്ക് ശേഷം ചിലപ്പോൾ റേഞ്ച് ഇല്ലെങ്കിലോ അപ്പൊ ആ ചിഹ്നങ്ങൾ ഒന്ന് 2 അക്ഷരം കൂടെ ഉള്ളൂ, അതൊന്ന് കാണിച്ചു തരാം മിസ്. ഓ ഔ നമ്മൾ എടുത്തു അല്ലേ. അപ്പം ആയും കൂടിയാ ഉള്ളത്. ഒന്ന് ശ്രദ്ധിച്ച എല്ലാവരും. ഇങ്ങനെയല്ലേ? ഇതാണ് ആ എഴുതി മുകളിൽ ഒരു ഡോട്ട് ഇടുന്നല്ലേ ആ അല്ലേ. മലയാളത്തില് ഇത് ഭയങ്കര കൺഫ്യൂഷനാ കുട്ടികൾക്ക്. എങ്ങനെയാന്നറിയോ? മലയാളത്തിൽ ഇങ്ങനെയല്ലേ എഴുതുന്നത്, ഹിന്ദിയിൽ എന്നിട്ട് എഴുതുന്നത് എങ്ങനെയാന്നറിയോ? ആ എഴുതിട്ട് ഇവിടെ കൊണ്ടുപോയി ഡോട്ട് ഇട്ട് വെക്കും. ഇവിടെയല്ല വേണ്ടത്. എവിടെയാണ്? വരയുടെ മുകളിലാണ് വേണ്ടത്. ആ എഴുതിട്ട് മുകളിലാണ് ഡോട്ട് ഇടുന്നത്. ഇതും അതുപോലെ തന്നെ. ഇവിടെ നോക്കിയോ, ഇത് മുകളിലല്ല വരുന്നത്, ഇത് മലയാളത്തിൽ എഴുതിയ പോലെ തന്നെ വരുന്നത്. നോക്കിയോ, ആ എഴുതി 2 ഡോട്ട്, കണ്ടോ? ഇത്രയേ ഉള്ളൂ. ഇപ്പം എഴുതിയെടുത്തോ. നോട്ട് ബുക്കിലോ റഫ് ബുക്കിലോ എഴുതി വെക്കാം. ഇപ്പം താഴെ കണ്ടോ, എഴുതി ക, ചം, ച. എല്ലാ അക്ഷരത്തിന് വരുമ്പോ മുകളിൽ ഡോട്ട് ഇടുക, സൈഡിൽ 2 ഡോട്ട് ഇടുക. ടം, ട, തം, ത, പം, പ. പായും കൂടി ഇടണ്ട മിസ്. ഇത് മടക്കി വെച്ചോണ്ട് മനസ്സിലാവുന്നില്ല അല്ലെ. പായും കൂടി ഉണ്ട് അവിടെ താഴെ. ഇതുണ്ടോ? എഴുതി കഴിഞ്ഞില്ലേ? ഓക്കെ, കഴിഞ്ഞല്ലേ. ഇനി ബാക്കിയുള്ളവര് വായിക്കാം. നാസ മറിയം ഇന്ന് പഠിപ്പിച്ച് വായിച്ചേ. പേജ് നമ്പർ 28. എന്നിട്ട് നാസ. അതീനക്ക് എന്താണ്? നാസ അൺമ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അദീന സുനിൽകുമാർ അൺമ്യൂട്ട്. യാസേ യാസേ യജ്ഞ യജ്ഞ യമുന യജ്ഞ രാസേ രാസേ രഥം രഥ് രസി ലാസേ ലഡ്ഡു ലഡ്ക ലഡ്ഡു ലഡ്ക. ലഡ്ഡു എന്നാട്ടോ. ലഡു അല്ല. ലഡു എന്ന് പറയുമ്പോ മാറിപ്പോവും, മറ്റേ ലഡു ആയി പോവും. ലഡ്ഡു എന്നാണ് കേട്ടോ. 2 ടാ കാണുന്നില്ലേ? ലഡ്ഡു ലഡ്ഡു ലഡ്ക. നെക്സ്റ്റ് വാസേ വക് വട്. ഓക്കെ. അയാൻ മിസ് നിവേദ്യ, നിങ്ങൾ നോട്ട് ബുക്കിലാണ് എഴുതേണ്ടത്. നിവേദ്യ ഞാനൊന്നുമില്ല ഇത്. ആരാണ് പറഞ്ഞത്? ഇപ്പൊ ആരാണ് ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞത്? ഒന്ന്
ഒന്ന് പറയാമോ? ആരാ പറഞ്ഞത് ഇപ്പൊ എഴുതില്ലാന്ന്? രണ്ടെണ്ണം എഴുതാനുണ്ട്, ഞാൻ എഴുതില്ല എന്ന് പറഞ്ഞത് ആരാണ്? അവർക്കൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിട്ടാ. പറ, ആരാന്ന് പറ. കൈ ഉയർത്തിയാ മതി, ഞാൻ ഇപ്പൊ ഗിഫ്റ്റ് തരും. അപ്പൊ നോട്ട് ബുക്കിലാണ് എഴുതേണ്ടത് ചോദിച്ചിട്ടുണ്ട്. നിവേദ്യ വിനോദിന്റെ അല്ലെ? നിവേദ്യ ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. നിവേദ്യ, പ്ലീസ് ഓൺ യുവർ വീഡിയോ. നിവേദ്യ, വീഡിയോ ഓൺ ചെയ്ത മോളെ. നിങ്ങളിപ്പോ ചോദിച്ചത് യാ ടു വാ വരെ, യാ രാ ലാ വാ എന്നുള്ളതാണ് നോട്ട് ബുക്കിൽ എഴുതേണ്ടെന്ന് ചോദിച്ചത്. അത് നോട്ട് ബുക്ക് തന്നെ എഴുതണം. അക്ഷരദീപത്തിൽ നിങ്ങൾ വേറെ തന്നെ അല്ലേ? നോട്ട് ബുക്കിൽ എഴുതേണ്ട കാര്യം യാ രാ ലാ വാ എന്ന് എഴുതുക 5 പ്രാവശ്യം. അതിന്റെ താഴെ യാസേ യജ്ഞ യമുന, അതെല്ലാം ഓരോ പ്രാവശ്യം ഹൈഫണിട്ട് എഴുതുക. അതിനുശേഷം ഇപ്പൊ പറഞ്ഞ ചിഹ്നത്തിന്റെ കാര്യമാണെങ്കിൽ ചിഹ്നങ്ങൾ നിങ്ങൾ എങ്ങനെ എഴുതുന്നത്? നോട്ട് ബുക്ക് തന്നെയല്ലേ എഴുതുന്നത്, അതുപോലെ എഴുതുക. ഓക്കെ, നിവേദിക്ക് മനസ്സിലായോ? ഓക്കെ, ഒന്ന് വായിച്ചു തരുമോ ഇന്ന് പഠിപ്പിച്ച കാര്യം? വായിച്ചോ, അൺമ്യൂട്ട് ചെയ്യൂ. അങ്ങനെയല്ല മോളെ, അങ്ങനെയല്ല നിവേദ്യ. യാസേ യജ്ഞ യമുന. Where is നിവേദ്യ? പോയോ? റേഞ്ച് പോയോ? നിവേദ്യ പോയി. നീയാ? യമുന. രസി. ലഡ്ഡു. ലഡുക്ക. വഗ്. വട്. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ദേവശ? യാസേ യജ്ഞ യമുന. രാസേരത് രസി. ദേവർഷല്ലേ പറയുന്നത്? ദേവർഷ റേഞ്ച് പോയിരുന്നല്ലോ. കേൾക്കുന്നുണ്ട്. ആയിക്കോട്ടെ, പറഞ്ഞോ. ലാസെ ലഡ്ഡു ലഡുക്ക. വാസെ വഗ് വട്. ഞാനല്ലേ പറയുന്നേ? ദേവർഷല്ലേ പറഞ്ഞോണ്ടിരുന്ന ഇത്രയും നേരം? ദേവർഷ റേഞ്ച് പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നു, ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. ഓക്കെ, ആൻഡ്രോസ് വായിച്ചേ പെട്ടെന്ന്. ദേവാനന്ദ് കൂടി വായിച്ചോട്ടോ. ലായോ?
ലട്ടു എന്ന് വായിക്കണം കേട്ടോ. ലട്ടു. ലഡു ആ ലഡുക്ക ആ വാസേ വട് വഗ് വട് വട്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ. അലൻ ജോസഫ് പ്രസന്റ് പറയണേ. ആയുഷ്, ജൽവ ഫാത്തിമ, റിച്ചാർഡ്, അമൻ മാധവ്, ജോവിൻ, ജോയൽ, ഹാദിയ, ദേവാങ്, നൈല, ജിയ റോസ്, ഹാദി, അൻവിത, അയാൻ വിജേഷ്, റസീൻ, ഏബൽ മാത്യു, ഷഹബറ, മുഹമ്മദ് മുബ്ദാസിം, റയാൻ, ഫാത്തിമ കെ എം, ദേവർഷ, നാസ, ഇർഷാദ്, ആൻഡ്രോസ്, ദേവാനന്ദ്, നിയ, ഐഫൂന, ജൽവ ഫാത്തിമ, അനുഗ്രഹ, ദീക്ഷിത്, ആദിൽ, ഏബൽ. ഓക്കെ, ഇനി പേര് വിളിക്കാത്തവരുണ്ടോ? അനാമിക ആർ, അധീന, സാരിയ. ഓക്കെ, അമൃത. നമ്മൾ ടൈം തീരാൻ പോവാണ്. See you next class. അടുത്ത ക്ലാസ്സിലോട്ട് വരുന്നതിന് മുമ്പായിട്ട് ഈ ഹോംവർക്ക് ചെയ്തിടണം കേട്ടോ. അല്ലെങ്കിൽ അടുത്ത ക്ലാസ് കൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരിയാവും. ഇപ്പൊ തന്നെ എഴുതുക. ഓക്കെ, ബൈ. See you.